ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം 91 മുതൽ 93 വരെയുള്ള സങ്കീർത്തനങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 92 സങ്കീർത്തനം 12 വാക്യം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ശബത്ത് നാളിനു വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്ന ഏക സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 92. സർവചരാചരങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. ഈ ദിവസത്തെ പിന്നീട് ശബത്ത് എന്ന പേരിൽ ആചരിച്ചു. അങ്ങനെ ഇതൊരു ചട്ടവും നിയമവുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ശബത്ത് ആചരണം യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ആരെന്നത് നമുക്ക് വ്യക്തമല്ല. പ്രഭാതത്തിലെ പാനീയ ബലി അർപ്പണത്തിനു മുമ്പായിരുന്നു ലേവ്യർ ഈ ഗീതം ആലപിച്ചിരുന്നത്. ശബത്ത് നാൾ എന്നത് ദൈവഭരണത്തിന്റെയും ദൈവത്തിന്റെ കർത്തൃത്വത്തിന്റെയും സന്ദേശം പകരുന്നതും നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിന്റെ അനുഭവം നൽകുന്നതുമായിരുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും അനുസ്മരിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ദയയുടെയും വിശ്വസ്തതയുടെയും പ്രതിഫലനങ്ങൾ ആണല്ലോ. അതിനാലാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്: രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത് എന്ന്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തവനാണ്. അതിനാൽ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. അതാണല്ലോ ആരാധനയിലൂടെ നാം ചെയ്യുന്നത്. ദൈവ ആരാധന ദൈവത്തിന് നന്ദി പറയുന്നതാണ്. അക്കൂട്ടത്തിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനാൽ നാമും ദൈവത്തെ മഹത്വപ്പെടുത്തണം. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ആലയത്തിലെ നടുതലയാകുന്ന സങ്കീർത്തനക്കാരൻ. സ്വാഭാവികമായി മുളച്ചു വരുന്ന സസ്യങ്ങൾ പ്രതികൂലങ്ങളിൽ ഉണങ്ങി കരിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരുവാൻ നടുതലയായവർക്ക് കഴിയും. 2 വൃക്ഷങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നു. പനയുടെ പ്രത്യേകത മരുഭൂമിയിലും വരണ്ട സാഹചര്യങ്ങളിലും പനയ്ക്ക് വളരുവാനായിട്ട് കഴിയും. നേരെ ഉയർന്ന് വളരുന്ന ശക്തമായ ഒറ്റത്തടിയാണ് പന. വർഷങ്ങളോളം ഫലം കായ്ക്കുകയും ആഴത്തിൽ വേരുകൾ ഉള്ളതിനാൽ കാറ്റിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുകയും ചെയ്യും. ദേവദാരു എന്ന മറ്റൊരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയരവും മഹത്വവും ദീർഘായുസ്സും ഉള്ള വൃക്ഷമാണ് ദേവദാരു. ദൃഢതയും സുഗന്ധവും അത് മറ്റുള്ളവർക്ക് നൽകുന്നു. കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദേവദാരുവിനുണ്ട്. അങ്ങനെയെങ്കിൽ നീതിമാൻ പന പോലെ ഫലപ്രദനും ദേവദാരു പോലെ ദൃഢതയും മഹത്വമുള്ളവനും ആയിരിക്കും എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരം ആത്മീയ പക്വത ആർജിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മരുഭൂമിയിലെ ഈന്തപ്പനകൾ പോലെ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരായി ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ നടുതലയായി ശോഭിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചുവല്ലോ. അവിടുത്തെ ദയയും വിശ്വസ്തതയും എപ്പോഴും ഓർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ പ്രായഭേദമന്യേ ഫലം കായ്ക്കുന്നവരായി തീരുവാനും അവിടുത്തെ സന്നിധിയിൽ വിലയേറിയവരായി തീരുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.